ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ 15,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈദ്യുതിയുടെ കാര്യത്തിൽ പശ്ചിമബംഗാളിനെ സ്വയം പര്യാപ്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. രാജ്യമെമ്പാടുമുള്ള എണ്ണ, വാതക പദ്ധതികൾ ഉൾപ്പെടെ 48,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യും. നഗര സഹകരണ ബാങ്കുകളുടെ സംഘടനയായ നാഷണൽ അർബൻ കോ ഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിൽ ഭാവിയിലെ അനന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് ഉദ്യോഗാർത്ഥികൾ സ്വയം രൂപപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് FC മുംബൈ സിറ്റിയെയും ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ സന്ദർശനത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാദിയയിലെ കൃഷ്ണനഗറിൽ 15,000 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പൊതുയോഗത്തെയും അഭിസംബോധന ചെയ്തു. पश्चिम बंगाल को विकसित राज्य बनाने की दिशा में हम एक और कदम उठा रहे हैं. अभी कल ही मैं आरामबाग में बंगाल की सेवा के लिए उपस्थित था और आज एक बार फिर मुझे करीब 15,000 करोड़ रुपीस उसके विकास कार्यों के लोकार्पण और शिलान्यास का सौभाग्य मिला है. बिजली, सड़क, रेल की बेहतर सुविधाएं बंगाल के मेरे भाई बहनों के जीवन को भी आसान बनाएगी. ദാമോദർ വാലി കോർപ്പറേഷന്റെ രഘുനാഥ്പൂർ വൈദ്യുത പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടൽ, മെജിയ താപ വൈദ്യുത നിലയത്തിന്റെ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷന്റെയും ഫറാക്ക റൈഗഞ്ച് NH34ന്റെ 103 കിലോമീറ്റർ ദൂരമുള്ള ഫറാക്ക റൈഗഞ്ച് 4-വരി പാതയുടെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 48,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യത്തുടനീളമുള്ള 1.48 ലക്ഷം കോടി രൂപയുടെ വിവിധ എണ്ണ, വാതക മേഖലാ പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും ബെഗുസരായിലെ ബറൌനിയിൽ പ്രധാനമന്ത്രി നിർവഹിക്കും. ബീഹാർ, ഹരിയാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക തുടങ്ങി വിവിധ സംസ്ഥാനങ്ങൾക്ക് ഈ പദ്ധതികൾ പ്രയോജനപ്പെടും. വിശദാംശങ്ങളിലേക്ക്. ബീഹാറിലെ ബഗുസരായിയിൽ ബറൌനിയിലെ ഹിന്ദുസ്ഥാൻ ഉർവരക് രസായൻ ലിമിറ്റഡിന്റെ പുനരുദ്ധരിച്ച വളം പ്ലാന്റ് പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. 9,500 കോടി രൂപ ചെലവിൽ പുനരുജ്ജീവിപ്പിച്ച 4ാമത്തെ വളം പ്ലാന്റാണിത്. പ്ലാന്റ് പ്രവർത്തനക്ഷമമാകുന്നതോടെ കർഷകർക്ക് മിതമായ നിരക്കിൽ യൂറിയ ലഭ്യമാകും. 11,400 കോടി രൂപ പദ്ധതി ചെലവുള്ള ബറൌനി എണ്ണ ശുദ്ധീകരണശാല വിപുലീകരണത്തിന്റെ തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. പാരാദീപ്, ഹൽദിയ, ദുർഗാപൂർ LPG പൈപ്പ് ലൈൻ പാറ്റ്നയിലേക്കും മുസാഫർപൂരിലേക്കും ദീർഘിപ്പിക്കുന്നതിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. രാഘോപൂർ ഫോബ്സ്ഗഞ്ച് പാതയുടെ ഗേജ് പരിവർത്തനം, മുഗുരിയ കട്ടിഹാർ കുമേത്പൂർ പാത ഇരട്ടിപ്പിക്കൽ, ബറൌനി ബെച്ച്വാര കട്ടിഹാർ ജോഗ്ബനി റെയിൽപാത എന്നിവ ഉൾപ്പെടുന്ന നിരവധി റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഈ വികസന പദ്ധതികൾ സംസ്ഥാനത്തെ റോഡ്, റെയിൽ ഗതാഗതം, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉത്തേജനം പകരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നഗര സഹകരണ ബാങ്കുകളുടെ സംഘടനയായ നാഷണൽ അർബൻ കോ ഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേന്ദ്രമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സഹകാർ സേ സമൃദ്ധി എന്നതിലൂടെ സ്വയം പര്യാപ്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു. ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ GST വരുമാനം 12.5% വർദ്ധിച്ച് 1,68,000 കോടി രൂപയായി. ആഭ്യന്തര വ്യവഹാരത്തിലെ 13.9% GST വർധനയും ഇറക്കുമതിയിലെ 8.5% GST വർധനയുമാണ് വരുമാനം വർദ്ധിക്കാൻ കാരണം. ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആകെ GST വരുമാനം 18.4 ലക്ഷം കോടി രൂപയാണ്. ഇത് 2022-2023 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 11.7% കൂടുതലാണ്. 2024 പൊതു തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മാന്യമായും ധാർമ്മിക ബോധത്തോടെയും പ്രവർത്തിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം.
തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രത്യക്ഷമോ പരോക്ഷമോ ആയി ലംഘിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. തൊഴിൽ മേഖലയിൽ ഭാവിയിലെ അനന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് ഉദ്യോഗാർത്ഥികൾ സ്വയം രൂപപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര സർക്കാരിന് കീഴിൽ വനിതകൾക്കായുള്ള നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നെഹ്റു യുവകേന്ദ്ര സംഘാതനുമായി ചേർന്ന് കഴക്കൂട്ടത്ത് സംഘടിപ്പിച്ച തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. എല്ലാ രാഷ്ട്രീയ ചുമതലകളിൽ നിന്നും തന്നെ മാറ്റി നിർത്തണമെന്ന് ക്രിക്കറ്റ് താരവും ലോക്സഭാ എംപിയുമായ ഗൌതം ഗംഭീർ. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയോടാണ് ഗംഭീർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായാണ് തീരുമാനമെന്നും ഗംഭീർ പറഞ്ഞു. കേരളത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. 5 വയസ്സിന് താഴെയുള്ള 23 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പോളിയോ ബൂത്തുകൾ പ്രവർത്തിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നവകേരള സദസ്സിന്റെ തുടർച്ചയായി കർഷകരും കാർഷിക അനുബന്ധ മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കുന്ന മുഖാമുഖത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ പൊതുസമൂഹത്തിൽ നേരിടുന്ന അസമത്വവും വിവേചനവും ഇല്ലാതാക്കുക എന്നത് ആധുനിക ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമോത്സവം കേരള മീഡിയ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വരെ കാക്കനാട് കേരള മീഡിയ അക്കാദമി ക്യാമ്പസിലാണ് പരിപാടി. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കണ്ണൂർ ചെറുകുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് നിലവിലുണ്ടായതെന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 13,000 കോടി കേന്ദ്രം ഇതുവരെ നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് പഞ്ചാബ് FC മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30-ന് ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FCയും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടും. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൌണ്ട് പ്രതീക്ഷ ഉറപ്പാക്കാൻ ഈ മത്സരഫലം നിർണായകമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ സെമിയിൽ വിദർഭ മധ്യപ്രദേശിനെയും 2ാം സെമിയിൽ തമിഴ്നാട് മുംബൈയെയും നേരിടുന്നു. ഈ മാസം 10-നാണ് ഫൈനൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഞ്ഞുവീഴ്ച. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന മഞ്ഞുവീഴ്ചയിൽ 15ഓളം പേർ മരിക്കുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബൽഖ്, ഫറിയാബ് പ്രവിശ്യകളിൽ 10,000-ഓളം കന്നുകാലികൾക്കും ജീവനാശം സംഭവിച്ചു. ഗസയിലേക്ക് വ്യോമസേനയുടെ സഹായത്തോടെ അവശ്യ സാധനങ്ങൾ എത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം അവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള തിക്കിനും തിരക്കിനുമിടെ നിരവധി പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പ്രഖ്യാപനം. ഭൂട്ടാന്റെ 12ാം പഞ്ചവത്സര പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ പിന്തുണയ്ക്കുന്ന പദ്ധതികളുടെ പുരോഗതി ഇന്ത്യയും ഭൂട്ടാനും അവലോകനം ചെയ്തു. കോവിഡ് മഹാമാരി സമയത്ത് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഭൂട്ടാൻ ഇന്ത്യയോട് നന്ദി പറഞ്ഞു. ബംഗളൂരുവിലെ രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തിൽ IED ഉപയോഗിച്ചിരുന്നതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥിരീകരിച്ചു. ഉച്ചയ്ക്ക് 1:00-ഓടെ ഒരാൾ റെസ്റ്റോറന്റിന്റെ ക്യാഷ് കൌണ്ടറിന് സമീപം വെച്ച് IED അടങ്ങിയ ബാഗ് പൊട്ടിത്തെറിച്ചാണ് 9 പേർക്ക് പരിക്കേറ്റതെന്ന് മൈസൂരുവിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ 5 കോടി ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തർപ്രദേശ്. 5 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്യുകയും 7,43 ലക്ഷത്തിലധികം പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചതായും സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന് കീഴിലുള്ള വ്യവസ്ഥകളുടെ ലംഘനത്തെ തുടർന്ന് പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ 5,49 ലക്ഷം രൂപ പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമ ബംഗാളിൽ 15,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈദ്യുതിയുടെ കാര്യത്തിൽ പശ്ചിമ ബംഗാളിനെ സ്വയം പര്യാപ്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. രാജ്യമെമ്പാടുമുള്ള എണ്ണ വാതക പദ്ധതികൾ ഉൾപ്പെടെ 48,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യും. നഗര സഹകരണ ബാങ്കുകളുടെ സംഘടനയായ നാഷണൽ അർബൻ കോ ഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിൽ ഭാവിയിലെ അനന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് ഉദ്യോഗാർത്ഥികൾ സ്വയം രൂപപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ.
പഞ്ചാബ് FC മുംബൈ സിറ്റിയെയും ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.